ഹലോ ഗേസ്, എല്ലാവർക്കും ഗെയിംസ് മാസ്റ്റർ റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗേസ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പാൻറ് ഇട്ടിട്ടില്ല. സത്യം കണ്ടോ, ഞാൻ പാൻറ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പാൻറ് ഒന്ന് ഇടണം. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ ഈ എപ്പിസോഡിൽ ഇത് ചെയ്യാന്നാണ് പറഞ്ഞത്. അതായത് ഡയമണ്ട് തപ്പാൻ പോകാൻ. അപ്പോഴാണ് നമുക്കൊന്ന് നെതറിൽ പോയാലോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അപ്പോൾ നമ്മൾ നെതർ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ നെതർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ അഭിപ്രായം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെതറിൽ പോകണം. നെതറിൽ ചെന്നിട്ട് ഫോട്ടോസ് കണ്ടുപിടിച്ച് കുറച്ച് പ്ലേസ് റോഡ് വേണം. നമുക്കൊരു ഇത് എന്തൊരു കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ജന്നൻ്റെ അകത്തൂടെ കണ്ടാൽ സാധനം ഇരിക്കുന്നത് ബ്രൂയിങ് സ്റ്റേഷനിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് ഇതൊക്കെ വേണം. അതിനോട്ട് നമുക്കൊന്ന് അങ്ങ് വരെ ഒന്ന് പോകണം. അതായത് നമുക്ക് ഫോർട്രസ് വരെ ഒന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ ഗോൾ ലിസ്റ്റുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഒന്ന് നമുക്ക് ഇന്നത്തെ ക്വാർട്ടർ ഉണ്ടാക്കണം. രണ്ടാമത്തത് അതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫോർട്രസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ബ്ലേസ് കോഡ് എടുക്കണം. പിന്നെ നമ്മൾ കണ്ട് ഇവിടെ ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കയറി വരാനും ഇത് ഇറങ്ങി വരാനും ഇറങ്ങി വരാനുള്ള നല്ല സ്പീഡാണ്. ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മൊത്തം ഓട്ടോമാറ്റിക്കായി ഉണ്ടാണ്. ഞാൻ ഇപ്പോൾ ഫോണിൻ്റെ എവിടെയും ടച്ച് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്. എനിക്ക് അറിഞ്ഞൂടെ ഫോണിൻ്റെ ടച്ച് ചെയ്യാൻ തോന്നുന്നു. കണ്ട നമുക്ക് ഈ വഴി കൂടെ നല്ല സ്പീഡിൽ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോകും. ഒന്നും നോക്കണ്ട നേരെ അങ്ങ് പോയാൽ കണ്ടോ. ഇതൊന്നും ഞാനല്ലേ കേട്ടോ ചെയ്യണത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ് ബ്രോ. മിക്കവാറും ഫോണൊന്ന് ഓഫാക്കിയിട്ട് ഓണാക്കേണ്ടി വരും. അങ്ങ് ബെഡ്റോക്ക് ലെവൽ വരെ ഈ ജമ്പൊന്നും ഞാനല്ല ചെയ്യണത്. എല്ലാ ഫോണ് കുർത്തക്കേട് കാണിക്കണത്. എന്തൊക്കെ ചെയ്യണ. അങ്ങനെ നമ്മൾ ബെഡ്റോക്ക് വരെ ഇത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അതിന് അണ്ടിയിട്ടാണ് കേട്ടോ. കലി വരണം ഗൈസ്. അണ്ടാരം പിടിച്ച ടെസ്റ്റ് കുത്തണടുത്തൊന്നും വരൂല. നിങ്ങൾ കണ്ടല്ലേ, കണ്ട ഞാൻ എന്താ പറയണേ. ഓ, ഇനി കുറച്ച് സമയത്തേക്ക് ഒരു സമാധാനം കിട്ടി ഗേസ്. ഫോണൊന്ന് റീസ്റ്റാർട്ട് ആക്കി. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നെറ്റ്വർക്ക് പോർട്ടൽ ഉണ്ടാക്കാം. ഒന്നാ അങ്ങോട്ടോ തെറ്റിപ്പോയാ പിന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നല്ല സൂക്ഷിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒന്ന് കൂടുതൽ വരണോണ്ട് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് കൂടുതലും കൂടെ വരണോണ്ടേ ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഒരു കളം വരച്ചിട്ടുണ്ട്. നമുക്ക് നെതർ പോർട്ടൽ ഇപ്പോഴേ ചെറുതാണ്, ഇതിനെ ഒന്ന് വലുതാക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സോഡ് കുത്തിരിക്കുന്ന രീതിയിലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ താഴെയുള്ള ഗ്ലാസ് എനിക്ക് മജന്തയാണ് ആവശ്യം. മജന്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. നമുക്കിനി സിൽ ടച്ചൊക്കെ കിട്ടിയിട്ട് ആ ഗ്ലാസ്സൊക്കെ എടുത്ത് ഒന്നും കൂടെ നമുക്ക് കളർ നോക്കാം. ഇപ്പോഴും ആ ടച്ചിൻ്റെ കാര്യത്തിന് ഒരു കംപ്ലൈൻറ്റ് തന്നെ പണ്ടാരം പിടിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്കതൊന്ന് ലൈറ്റ് ചെയ്തിട്ട് നമുക്കത് കയറിയിട്ട് ഞാൻ നെതർ പോർട്ടൽ എത്തിയിട്ട് ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം വരണം, ഇതിലോട്ട് കുത്തി കയറ്റണം. ആവട്ടെ. ഓക്കെ, കിട്ടി. അന്ന് നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ മോഡലൊക്കെ എടുത്ത് ഇടണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ലാസ്റ്റത്തോടെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ആയിട്ട് അതായത് ഈ സീരീസ് തുടങ്ങുന്ന മുമ്പേ ഞാൻ ഒരു മോഡ് ഇട്ടിട്ടുണ്ട്. കാണിച്ചത് എനിക്ക് പറ്റിയില്ലായിരുന്നു. ഒന്നെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, നമ്മളിവിടെ
ഇത് വെച്ചിട്ടുണ്ട്, ഫ്രെയിം ഐറ്റം ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ ഐറ്റംസ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തേന്ന് അങ്ങനെ നമ്മൾ ബ്രോയിങ് സ്റ്റാൻഡിൽ എനിക്ക് ബ്രോയിങ് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. അങ്ങനെ എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ ബ്രോയിങ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ഈ ബുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും എല്ലാം നടന്നു പോകണം. എന്താ എല്ലാത്തിനും ഉണ്ട്, ടൈം കൂട്ടണമെങ്കിൽ ടൈം കൂട്ടാം, ലെവൽ കൂട്ടാം, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് എന്തൊക്കെ വേണമെന്ന് എല്ലാം പറഞ്ഞിരിക്കും. അങ്ങനത്തെ ലൈറ്റുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ലൈറ്റ് ചെയ്തിട്ട് എൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് സ്ഥലമൊക്കെ തപ്പി കെട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കേസ് ഞാൻ കണ്ടുപിടിച്ച് നമ്മളെ എന്തൊരു നെതർ പോട്ടേഴ്സ് ഞാൻ കണ്ടുപിടിച്ച്. ഒരു ഏകദേശം തന്നെ നോക്കി വന്നപ്പോഴേ കിട്ടി. നമുക്ക് തിരിച്ചു പോകാനുള്ള നെതർ പോട്ടറിൻ്റെ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയത് അറിഞ്ഞൂടെ, കാണാപാടൊന്നും പഠിച്ചില്ല. കാണാപാട് പഠിക്കാൻ തന്നെയാണ് 68-66. എൻ്റെ പൊന്നെ, എൻ്റെ നെഞ്ചിടന്ന് പടപടന്നിടിക്കുകയാണ്. ഇവിടെ നിന്ന് വല്ല മൂട്ടിപ്പോയാൽ പോയല്ല. ഇത്രയും കൊണ്ട് തന്നെ എന്തൊക്കെ എടുത്തു. എൻ്റെ അകത്ത് കെട്ടിയിട്ട് വല്ല സ്പോണർ കെട്ടിയെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗേഴ്സിനെ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, അവിടെ നിന്ന് യുദ്ധം നടക്കണ്. അങ്ങനെ തന്നെയൊക്കെ ഒന്നും കിട്ടില്ല. ഇനി ഞാൻ ഇപ്പോഴും മൊത്തത്തിൽ പൂട്ടിയിട്ട് ഇപ്പം നീക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസാക്കി വെച്ചിരിക്കണേണ് കേട്ടോ. ഇപ്പോൾ വല്ലതൊക്കെ പോയി നോക്കട്ടെ. ഓ, ലാഗ് തുടങ്ങി. അമ്മക്കൊരു കൂൾ ഡൗൺ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊന്ന് കിട്ടിയത് സാധനം. ഗാസ്റ്റിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. യുദ്ധം കഴിഞ്ഞ് കേസ് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് 18 ബ്ലേസ് റോഡ് കിട്ടി. ഇനി ജീവനം കൊണ്ടാന്ന് അപ്പുറത്ത് എത്തിയത്. എന്തോന്നായിരുന്നു ഇപ്പം അവിടെ നടന്നത്. വെറും യുദ്ധമല്ല, വജ്ര യുദ്ധം. പൊന്നളിയാ. ഇനി ഞാൻ എൻ്റെ സ്ഥലത്തെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എൻ്റെ നെതർപ്പടം അവിടെ എത്തി. എനിക്ക് അയാൾ തിരിച്ചു പോയാൽ എനിക്ക് ആശ്വാസമാവും. ഓക്കെ, നല്ല ഐശ്വര്യം. വീട്ടിൽ കയറി അമ്മാരെ വീട്ടിൽ എത്തിപ്പില്ല. ഞാൻ വീട്ടിൽ എത്തി. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് ഏതെങ്കിലും വീട്ടിൽ നിർത്തും. ഇത് പോട്ടെ എനിക്ക് ഇടയ്ക്ക് വെച്ച് എന്തൊക്കെ കിട്ടി കേട്ടോ. ഒരു നെതർ പോട്ടർ കിട്ടി. ഇതിൽ നിന്ന് നമുക്കൊരു 9 ബാക്കി ഇതിൻ്റെ അകത്തോട്ട് കിട്ടുന്നുണ്ട്. 9 ഇതിൻ്റെ അകത്തോട്ട് ബാക്കി 9 വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കാം. 18 കിട്ടും. ഇത് കുറച്ചായിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെ അത് സെറ്റ്. ഇനി വല്ല ബ്രൂയിങ് ചെയ്യാം നമുക്ക്. ഫസ്റ്റിന് നമുക്ക് നൈറ്റ് വിഷ് ഉണ്ടാക്കാം. എന്തായാലും വന്നല്ല ഇവിടെ എന്തിരുന്ന ഇതുണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസിനും അതുകൊണ്ട് അവിടെ എടുത്ത് വെച്ചു. അതിൻ്റെ പെട്ടിയാണ് കണ്ടിരിക്കും. ഇവിടെ നിന്ന് എടുത്ത് അവിടെ വെച്ചാൽ
ഐറ്റംസ് ഒക്കെ എടുത്തല്ലോ. നടക്കട്ടെ. ഇതൊക്കെ നമുക്ക് നൈറ്റ് വിഷൻ ഉണ്ടാക്കാം. നൈറ്റ് വിഷൻ ഫസ്റ്റ് നൈറ്റ് വിഷൻ ക്ലാസ് തന്നെ ഇനി ഞാൻ പോയി 3 സാൻഡ് എടുത്ത് സ്മെൽറ്റാക്കി കുപ്പിയുണ്ട്. ഇതിൻ്റെ അകത്ത് സ്മെൽറ്റാക്കാൻ പറ്റില്ല, സ്മെൽറ്റ് ആവണം. ഓക്കെ, അത് സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഇതാക്കണം. ഗ്ലാസ് ബോട്ടിൽ എടുത്ത് ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് ഫോൺ വീണ്ടും ടച്ച് കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ആക്കിനെ. ഇനി നമുക്ക് കുപ്പികളൊക്കെ ചുമ്മാ അല്ല, വെറും ബോട്ടിലെടുത്ത് വെച്ചാ ഒന്നും കേറാത്തതിന് കാരണം അപ്പോഴേലും മനസ്സിലായില്ല. ഞാൻ ബോട്ടിൽ മാത്രം എടുത്ത് വെക്കുകയാണ്, വെള്ളം വെക്കാണ്ട്. എന്താ കഴിക്കണ നൈറ്റ് വിഷൻ ഉണ്ടാക്കണ ഗോൾഡൻ ക്യാരറ്റ് നഗറ്റ് എടുത്തോണ്ട് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നൈറ്റ് അകത്തോട്ടൊന്ന് കുത്തി കഴിക്കട്ടെ. ഫുഡ് കിട്ടാം. ഒരു സ്റ്റാക്ക് ഇവിടെ എന്നിട്ട് നമ്മൾ ക്യാരറ്റ് ഒക്കെ ഇവിടെ ഇതിൽ നിന്ന് അരെടുത്തിട്ട് ഇതിൽ കയറി 8 ഗോൾഡ് കയറ്റ വേണ്ട മതിയല്ലേ, വേണ്ട മതി. അത് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കണം. ഇങ്ങനെയല്ലേ ഞാൻ വെച്ചല്ലോ, പിന്നെ ഒന്നും ആവാത്ത അവിടെ അങ്ങോട്ട് ആർക്കാഗോള് വേണം. നെതർ വാട്സും കൂടെ വെച്ചിട്ട് ഇതാകണം, എന്നിട്ട് വേണം ഇത് ചെയ്യാം. അപ്പോൾ നെതർ വാട്സും കൂടെ വേണം. അപ്പം ഞാൻ ഇതാ പോയി ഇതാ വന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ബാക്കിലോട്ട് നോക്കിയപ്പോൾ അവിടെ മറ്റേ ഈ ബയോമുണ്ട്. ബയോമിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ഹാപ്പി ഗാസ്റ്റ്, ഡ്രൈഡ് ഗാസ്റ്റ്. പക്ഷേ അത് എടുത്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ നെതർ വാട്സിൻ്റെ ബാക്കി നോക്കട്ടെ. എനിക്ക് ഇവിടെ നിന്ന് കുറേ ലൂട്ട് കിട്ടിയപ്പോൾ എനിക്ക് പുതിയ ഡ്രം ഉണ്ടല്ലോ, ആർമ ഡ്രം, അതുപോലെ കിട്ടി കേട്ടോ. ബാക്കി കൂടെ നോക്കട്ടെ. നെതർ വാട്സ് കിട്ടി കേസ്, പക്ഷേ ലാവ എല്ലാം തുളച്ച് ആട്ട് ഇതെടുത്ത ഐറ്റം കിട്ടുമോ? കിട്ടും. ഇതൊക്കെ അവിടെ ബഗ് അടിച്ച് ഇരിക്കണേ, നമ്മൾ തൊട്ട എല്ലാം കൂടെ വരും. ഞാൻ ഫുഡ് കഴിച്ചേ. ഡയമണ്ടി മോളെ 16 കിട്ടി കേസ്. മതി ധാരാളം. ഇനി വീട്ടിൽ എത്തട്ടെ. എത്തി കേസ്, എത്തി. ഹാപ്പി ഗസ്റ്റിൻ്റെ അടുത്തെത്തി.
ഓ ആപ്ലിക്കേഷൻ കിട്ടി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോവും? ആ ഇതിന് പൊട്ടിച്ചിട്ട് പോവും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഹാപ്പിയാണ് ഗൈസിന്, കാരണം എനിക്ക് ഹാപ്പി ഗസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ഇതിന് അടുത്ത എപ്പിസോഡിൽ നമുക്കിതിനെ അപ്പം അതുവരെ ഡയമണ്ടൊക്കെ കിട്ടി, സെർവർ കിട്ടി. സൈഡിലേക്ക് ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം മാത്രം നമുക്ക് എടുക്കാം. നമ്മളിന്ന് പോയി എഴുതിയിട്ടേ പോകണുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുക്കാം. ഒരെണ്ണം മാത്രം ഇവിടെ ഇരുന്നിട്ട് ബാക്കി 10 കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം. Bye bye.